പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. അൽമോമന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 43:1 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. യെശയ്യാ ചാപ്റ്റർ 43:1, ഫിയർ നോട്ട്, ഫോർ ഐ ഹാവ് റിഡീംഡ് യു. നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെട്ട ഒരു വചനം കൂടിയാണ് പ്രിയരെ. നാം ഭയപ്പെടേണ്ട, കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരാൾ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ കരുതുവാൻ അല്ലെങ്കിൽ നിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ചുമതലകളും ഒക്കെ എൻ്റെ മേലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നമുക്കുണ്ട്. അപ്പം നമുക്ക് മാനുഷികമായിട്ട് എന്തേലും ആശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ ശാപങ്ങളിൽ നിന്ന്, നമ്മുടെ വേദനകൾ, രോഗങ്ങൾ, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കത്തും ഏറ്റെടുക്കാൻ നമുക്കൊരു കർത്താവുണ്ട്, നസ്രയനായ യേശു. ഇന്ന് പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ കൈ നമ്മുടെ മേലുള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് പറയുക, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എത്ര ദൈവമക്കളെ പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് എന്നോട് പറയുക, ഭയപ്പെടേണ്ട. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കർത്താവിൻ്റെ വചനം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഏതൊക്കെയോ വിഷയത്തിൽ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ഒരാളുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യേശു കർത്താവ്. യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുമ്പോൾ ഒരു വിഷയത്തിനകത്തും നമുക്കിന്ന് പ്രഭാതത്തിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല. ആ ഭയങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് കളഞ്ഞുകൊണ്ട് പറ, എന്നെ വീണ്ടെടുത്തവൻ എന്നോടൊപ്പം ഉണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്നെ നടത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ രോഗത്തിലാകട്ടെ, ക്ഷീണത്തിലാകട്ടെ, മാനസിക ക്ലേശമാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, എന്തുമാകട്ടെ, അതിലെനിക്ക് ഭയപ്പെടേണ്ടെന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞിരിക്കാൻ ഞാൻ ഈ പ്രഭാതത്തിലും കർത്താവെ അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തും. കർത്താവാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ലോകമല്ല, വീട്ടുകാരല്ല, നാട്ടുകാരല്ല, ആരുമല്ല. എൻ്റെ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണമേ. കൃപയിൽ നിറച്ച് നടത്തണം. പ്രാർത്ഥനകൾ കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.